പ്രദേശവാസികളെല്ലാം ഇവിടെ തന്നെയുണ്ട്. ഇപ്പോൾ ഈ ഇൻക്വസ്റ്റ് നടപടികൾക്ക് വേണ്ടിയിട്ട് മൃതദേഹം എടുത്ത ആംബുലൻസിലേക്ക് മാറ്റാൻ പോകുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നമുക്ക് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. ആ നടപടികൾ ഇപ്പോൾ ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. മൃതദേഹം ഇവിടുന്ന് മാറ്റിക്കഴിഞ്ഞാൽ നമുക്കൊരു പക്ഷേ ഇത് എന്തായിരുന്നു ആ സാഹചര്യമെന്ന് നാട്ടുകാരോട് പ്രതികരണം തേടാമെന്ന് കരുതുന്നു. കാരണം ഇപ്പോൾ ആ നടപടികൾ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ സൂചിപ്പിച്ചതുപോലെ തന്നെ 8 മണി സമയത്ത് ശശി വീണിട്ടുണ്ടെങ്കിൽ ആദ്യഘട്ടത്തിൽ തിരച്ചിൽ ആരംഭിക്കുന്നത് ആ പ്രവർത്തനം നടത്തിയത് ഇവിടുത്തെ നാട്ടുകാരാണ്. നാട്ടുകാർ ചേർന്ന് തിരച്ചിൽ നടത്തിയ സമയത്ത് ഒരു മണിക്കൂറിലധികം നാട്ടുകാരുടെ നേതൃത്വത്തിൽ മാത്രം ഇവിടെ തിരച്ചിൽ നടന്നിട്ടുണ്ട്. പക്ഷേ ആ സമയത്ത് അവരെ കൊണ്ട് കഴിയാതെ വന്നതോടെയാണ് ഫയർഫോഴ്സ് സംഘത്തെ ഇങ്ങോട്ടേക്ക് വിളിക്കുന്നത്. അങ്ങനെ കൂടുതൽ ഫയർഫോഴ്സ് സംഘം എത്തുന്നു, അവരുടെ നേതൃത്വത്തിൽ ഒരു തിരച്ചിൽ നടത്തുന്നു. പക്ഷേ അത് വിഫലമായിരുന്നു. ഇന്ന് രാവിലെ പുനരാരംഭിക്കാനിരുന്നതാണ് ഈ മേഖലയിലൊക്കെ തിരച്ചിൽ. ഇപ്പോഴിതാ ഇങ്ങോട്ട് ആംബുലൻസ് എത്തുന്നതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ആ മൃതദേഹം ആംബുലൻസിലേക്ക് മാറ്റാനായി പോകുകയാണ്. മുഖം കാണാത്ത രീതിയിൽ തന്നെ എല്ലാം മറച്ച് ആംബുലൻസിലേക്ക് മൃതദേഹം കയറ്റുന്നതിന്റെ ദൃശ്യങ്ങൾ നമുക്ക് ഇപ്പോൾ കാണാം. ഇനി പെട്ടെന്ന് തന്നെ ആശുപത്രിയിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിച്ച് അവിടെ ഇൻക്വസ്റ്റ് നടപടികളും ബാക്കി പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ നടക്കേണ്ടതുണ്ട്. ആ നടപടികളിലേക്ക് കടക്കാൻ വേണ്ടിയിട്ടാണ് ഇനി ആംബുലൻസിലേക്ക് കയറ്റുന്നു. അതിന്റെ ദൃശ്യങ്ങൾ നമുക്ക് ഇപ്പോൾ കാണാം. ശശിയുടെ തന്നെ മൃതദേഹമാണെന്ന് നാട്ടുകാർ ആദ്യഘട്ടത്തിൽ പറയുന്നു. ഇനി ബന്ധുക്കളെ ഇത് കാണിച്ചുകൊണ്ട് ഒരു ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണം, ശശിയുടേത് തന്നെയാണ് മൃതദേഹമെന്ന ഒരു ഔദ്യോഗിക സ്ഥിരീകരണം ഇതിൽ വരേണ്ടതുണ്ട്. അതിനായി നമുക്ക് കാത്തിരിക്കാം. എന്തായാലും ഇത് കഴിഞ്ഞാൽ നമുക്ക് എന്തായിരുന്നു സാഹചര്യം എന്ന കാര്യത്തിലൊക്കെ നാട്ടുകാരോട് അല്പം കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാമെന്നും തോന്നുന്നു. ആംബുലൻസ് ഇവിടെ മൃതദേഹം ആംബുലൻസിലേക്ക് കയറ്റി കഴിഞ്ഞു. ആംബുലൻസ് ഇവിടെ നിന്ന് പുറപ്പെടാൻ പോകുന്നതിന്റെ ഒരുക്കങ്ങളാണ്. ആ ദൃശ്യമാണ് നമ്മളിപ്പോൾ കാണുന്നത്. കൂടുതൽ പോലീസുകാരെല്ലാം സ്ഥലത്തുണ്ട്. നാട്ടുകാരെല്ലാം തടിച്ചുകൂടി നിൽക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉള്ളത്. ആംബുലൻസ് ഇവിടെ നിന്ന് പോവുകയാണ്. നേരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കായിരിക്കും ഈ മൃതദേഹം എത്തിക്കുക. അവിടെ നിന്ന് ബാക്കി ഇൻക്വസ്റ്റ് നടപടികൾ, പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടികൾ പൂർത്തീകരിക്കണം. അതിനുശേഷമായിരിക്കും ഇവിടെയുള്ള വീട്ടിലേക്ക് എത്തിക്കുന്നതും ബാക്കി ചടങ്ങുകളും ബാക്കി കാര്യങ്ങളുമൊക്കെ ഉണ്ടാവുക എന്നും അറിയുന്നു. എന്തായാലും ബന്ധുക്കളെ ഇത് കാണിക്കേണ്ടതുണ്ട്. ബന്ധുക്കളെ കാണിച്ച് ഒരു ഔദ്യോഗിക സ്ഥിരീകരണം അതാണ് ആദ്യം നടത്തേണ്ടത്. ആംബുലൻസ് പോകുന്നതിൻ്റെ ദൃശ്യങ്ങൾ, ആംബുലൻസ് എടുക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ നമുക്ക് ഇപ്പോൾ കാണാൻ വേണ്ടി സാധിക്കും. കൊണ്ടുപോകുകയാണ്. നേരെ കൊണ്ടുപോകുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കാണെന്ന് മനസ്സിലാക്കുന്നു. ഇന്നലെ നമുക്കറിയാം, ഇന്നലെ നേരത്തെയൊക്കെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്നലെ വൈകിട്ടോട് കൂടി ആ രീതിയിലൊന്നൊരു മഴ പക്ഷേ ഈ കോഴിക്കോട് മേഖലയിലൊന്നും കിട്ടിയിരുന്നില്ല. ഇന്നലെ വൈകിട്ടോടെയാണ് കനത്ത രീതിയിലുള്ള മഴ കോഴിക്കോട് നഗരത്തിന്റെ വിവിധ പ്രദേശങ്ങളിലൊക്കെ മഴ അനുഭവപ്പെട്ടത്. ആ മഴയത്ത് അഴുക്കുചാലെല്ലാം വലിയ രീതിയിൽ വെള്ളം അഴുക്കുചാലാണോ അതോ സ്വാഭാവികമായി രൂപപ്പെട്ടിട്ടുള്ള ഒരു തോടാണോ, നീരൊഴുക്കുള്ള തോടാണോ? ഇത് തീർച്ചയായിട്ടും അഴുക്കുചാലാണ്. അഴുക്ക് വെള്ളം ഒഴുകി പോകാൻ വേണ്ടി കെട്ടിയുണ്ടാക്കിയ അഴുക്കുചാൽ തന്നെയാണ്. സ്വാഭാവികമായി രൂപപ്പെട്ട ഒന്നല്ല. ഒരുപക്ഷെ ആ രീതിയിൽ ഇതുണ്ടാക്കുമ്പോൾ അതിന് പ്രത്യേകം മൂടിയെല്ലാം പതിച്ച് ആ രീതിയിൽ നിർമ്മിക്കേണ്ടതായിരുന്നു. പക്ഷെ ആ രീതിയിലൊന്നും നിർമ്മിച്ചിട്ടില്ല. നമുക്കറിയാം, നേരത്തെ നമ്മൾ കണ്ട ആ ബസ് സ്റ്റോപ്പ് പോലും ഒരുപക്ഷെ ആളുകൾക്ക് വെറുതെ കയറി ഇരിക്കാൻ ഒരു ബസ് സ്റ്റോപ്പ് എന്ന രൂപത്തിലാണ് ആ ബസ് സ്റ്റോപ്പ് അടക്കം ഉണ്ടാക്കിയിട്ടുള്ളത്. ഒരുപക്ഷെ ചാരി ഇരിക്കാനുള്ള ഒരു സംവിധാനമൊക്കെ, ഒരു കൈവരി പോലത്തെ സംവിധാനമൊക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ അബദ്ധത്തിൽ പോലും ശശി പിറകിലേക്ക് വീഴുന്ന ഒരു അവസ്ഥ ഉണ്ടാവുമായിരുന്നില്ല. അതിൽ ആ നിർമ്മാണത്തിലടക്കം വെറുതെ ഒരു ബസ് സ്റ്റോപ്പ് എന്ന രൂപത്തിലാണ് ആ ബസ് സ്റ്റോപ്പൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് എന്ന് നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാക്കാവുന്ന കാര്യമാണ്. നമ്മൾ നേരത്തെ കാണിച്ച അഴുക്കുചാലിന്റെ ദൃശ്യങ്ങളെല്ലാം ഒരിടത്തു പോലും മൂടി വെച്ചിട്ടില്ല. അഴുക്കുചാൽ അങ്ങനെ ഓപ്പൺ ആണ്. ഒരു പക്ഷേ വീതി കുറഞ്ഞ റോഡുമാണ്. ഒരു വാഹനമൊക്കെ പോകുന്ന ആ ഒരു അവസ്ഥയിൽ തന്നെ ഒരു പക്ഷേ 2 വാഹനങ്ങളൊക്കെ ഒരുമിച്ച് വന്നാൽ പോലും അബദ്ധത്തിൽ വാഹനം വരെ നമുക്ക് ആ കാത്തിരിപ്പ് കേന്ദ്രവും കണ്ടാൽ മനസ്സിലാവും. റോഡിൽ വീതി കുറവായതുകൊണ്ട് തന്നെ റോഡിനോട് ചേർന്ന് കാത്തിരിപ്പ് കേന്ദ്രം നിർമ്മിക്കാനുള്ള ഇടം പോലും അവിടെ ഇല്ല. പിന്നെ ഇംതിയാസ് സൂചിപ്പിച്ചതുപോലെ അത് അഴുക്കുചാലാണ്, അഴുക്ക് വെള്ളം ഒഴുകിപ്പോവാനായി നിർമ്മിച്ച് എടുത്തതാണ് എങ്കിൽ എന്തുകൊണ്ട് അതിനെ മൂടിയിട്ടില്ല തുടങ്ങിയ കാര്യങ്ങൾ ഇപ്പോഴുമുണ്ട്.